പ്രിയപ്പെട്ട മോമിനിങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇന്ന് നമ്മുടെ വാട്സപ്പിൽ വന്ന ഏറെ വേദനിപ്പിക്കുന്ന വാർത്ത ഇതാണ്. ഈ ഒരു പൊന്നുമോൻ്റെ മരണവിവരം ആർക്കും സഹിക്കാൻ പറ്റാത്ത ഒന്നാണ്. ഈ പൊന്നുമോൻ്റെ മുഖം കാണുമ്പോൾ തന്നെ ഏറെ വേദനപ്പെടുകയാണ്. വിടരും മുന്നേ കൊഴിഞ്ഞു പോവുകയാണ് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട മക്കൾ. പ്രിയപ്പെട്ടവരെ, ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ്. മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും അല്ലാഹു തആല സന്തോഷത്തിലാക്കി തരും. ഇന്നൊരുപാട് കുടുംബങ്ങൾ വേദനയിലാണ്, സങ്കടത്തിലാണ്. ഒരുപാട് മക്കളാണ് അപകടത്തിലും അബദ്ധത്തിലും മരണപ്പെട്ടു പോയത്. ഏറ്റവും കൂടുതൽ മരണപ്പെട്ടിരിക്കുന്നത് കുളത്തിലും പുഴയിലും കടലിലും മുങ്ങിയാണ്. പടച്ച റബ്ബ് നമ്മുടെ മക്കളെയൊക്കെ കാക്കട്ടെ. പടച്ച റബ്ബേ, നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ മക്കളെ നീ കൊണ്ടുപോകല്ലേ റബ്ബേ. അത് നമുക്ക് ഈ ജീവിതകാലം മുഴുവൻ സഹിക്കാൻ പറ്റില്ല റബ്ബേ. എത്രയോ മാതാപിതാക്കൾ ഇന്ന് ഖബറിൻ്റെ കരയിൽ നിന്നും പൊട്ടിക്കരയുന്നത് ഞങ്ങൾ കാണുന്നതാണ് റബ്ബേ. നമ്മുടെ മക്കൾക്കൊക്കെ നീ ആഫിയത്തുള്ള ദീർഘായുസ് നീ കൊടുക്കണേ റബ്ബേ. പ്രിയപ്പെട്ടവരെ, കണ്ണൂർ വളപട്ടണം സ്വദേശിയാണ് ഈ മരണപ്പെട്ട നാഫിസ് എന്ന 10 വയസ്സുകാരൻ. വളപട്ടണം മെറീന ബൈക്കറിൻ്റെ പിറകുവശം തങ്ങൾ വയലിൽ താമസിക്കുന്ന നാഫിസ് എന്ന 10 വയസ്സുകാരനാണ് മരണപ്പെട്ടത്. എല്ലാവരും ദുആ ചെയ്യണം. അസുഖത്തെ തുടർന്ന് ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്നു ഈ പൊന്നുമോൻ. അവസാനം പടച്ച റബ്ബിൻ്റെ വിളിക്ക് ഉത്തരം നൽകി പടച്ച റബ്ബിൻ്റെ റഹ്മത്തിലേക്കാണ് യാത്രയായിരിക്കുന്നത്. പടച്ച റബ്ബ് ആ കുടുംബത്തിന് ക്ഷമയും സമാധാനവും സഹനശക്തിയും നൽകുമാറാകട്ടെ. ആമീൻ. പടച്ച റബ്ബേ, അർഹമുറാഹിമായ റബ്ബേ, ഈ പൊന്നുമോന് നീ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. മുത്ത് ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ നീ എത്തിക്കണേ റബ്ബേ. ചെറിയ മോനാണ് റബ്ബേ മരണപ്പെട്ടിരിക്കുന്നത്. ആ പൊന്നുമോൻ്റെ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. പടച്ച റബ്ബേ, ആ കുടുംബത്തിൻ്റെ വേദന, ആ കുടുംബത്തിൻ്റെ വിഷമം നിനക്കറിയാലോ റബ്ബേ. ആ കുടുംബത്തിൻ്റെ വേദന നീ അകറ്റിക്കൊടുക്കണേ റബ്ബേ. ആ മാതാപിതാക്കൾക്ക് ക്ഷമ കൊടുക്കണേ റബ്ബേ, സഹനശക്തി നീ കൊടുക്കണേ റബ്ബേ. ഇതുപോലുള്ള പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെ എല്ലാവരെയും നീ കാക്കണേ റബ്ബേ. നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ റബ്ബേ. മാരകമായ രോഗത്തിൽ നിന്നും ഞങ്ങളുടെ മക്കളെയൊക്കെ നീ കാക്കണേ റബ്ബേ. പടച്ച റബ്ബേ, നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ മക്കളെ നീ കൊണ്ടുപോകല്ലേ റബ്ബേ. ഒരുപാട് മക്കൾ മരണപ്പെട്ടിട്ടുണ്ട് റബ്ബേ. ഒരുപാട് കുടുംബങ്ങൾ ഇന്ന് കണ്ണീരിലാണ് റബ്ബേ. ആ കുടുംബത്തിന്, ആ മക്കളുടെ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. പടച്ച റബ്ബേ, ഈ പൊന്നുമോൻ നാളെ സ്വർഗത്തിൽ മാതാപിതാക്കളെ കൈപിടിച്ച് കൊണ്ടുപോകുന്ന മകനാക്കി കൊടുക്കണേ റബ്ബേ. കീറി മുറിഞ്ഞുള്ള പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെയൊക്കെ കാക്കണേ റബ്ബേ. പടച്ച റബ്ബേ, നമ്മുടെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. പടച്ച റബ്ബേ, അർഹമുറാഹിമായ റബ്ബേ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ഇവരിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യുക. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിഹയും ഓതി ഹദിയ ചെയ്യുക. ഇൻഷാ അല്ലാഹ്. ആരും മുഷിപ്പ് തോന്നരുത്. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.